ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്ന എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ റെസ്റ്റോറൻറ്റിൽ പോകാത്തത് കാരണമാണ് എനിക്ക് എൻ്റെ ഫുൾ വീഡിയോ കാണിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുവാണ്. മക്കൾക്ക് ഇന്ന് എക്സാം ഉണ്ട്, അപ്പോൾ അവരെ സ്കൂളിൽ പറഞ്ഞു വിടണം. ഇങ്ങനെ വന്നപ്പോൾ ജൂലി ഇതേ വാതൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഹാളിൽ ആരാ ലൈറ്റും ഫാനൊക്കെ ഇട്ടേക്കുന്നത് നോക്കാൻ പോവാണ്. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ അമ്മു ദേ ഉറങ്ങിക്കൊണ്ട് ഇവിടെ നിന്ന് പഠിക്കുകയാണ്. ഞാൻ അക്കു എവിടെയെന്ന് വെച്ചപ്പോൾ അക്കു ഉറങ്ങുമെന്ന് വിളിച്ചിട്ട് എഴുന്നേറ്റ്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിങ്കി ജൂലി എൻ്റെ കൂടെ വരുവാണ്. എന്നെ കണ്ടപ്പോഴത്തേക്കിന് എന്തിനറിയാം, അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി. അമ്മ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ ഞാൻ പോയി കിച്ചണിലെ കഥക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിടും. ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് പോയി ഞാൻ അപ്പുറത്തെ വീട്ടിലെ തെങ്ങിലോട്ട് നോക്കും കേട്ടോ. തെങ്ങി തേങ്ങ ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് പോലെയുള്ള ശീലമാണ്. എനിക്കും ഇക്കായ്ക്കും എല്ലാം ഉള്ള ശീലമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ നമ്മുടെ കിച്ചണിലെ വിൻഡോ ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിടും. അതിനുശേഷം പോയി ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ ജീരകവെള്ളവും അതുപോലെ തന്നെ പാലൊക്കെ തിളപ്പിക്കാൻ വെക്കും. വെച്ചതിന് ശേഷം ഞാനത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു തിരി കത്തിച്ച് വെക്കാമെന്ന് വിചാരിക്കും. കാരണം അപ്പോൾ നല്ലൊരു എനർജിയൊക്കെ കിട്ടുമല്ലോ, നമുക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും വീട് നല്ല സ്മെല്ലായിട്ട് കിടക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ഇന്ന് പുട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനടുത്ത് പുട്ടും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ പുട്ടിനൊക്കെ ആവി വന്നു. കടലക്കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇക്കയ്ക്ക് സിറ്റി വരെ പോകണം. ഇക്കയ്ക്ക് ഇന്നും കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് സിറ്റി വരെ പോകാൻ. അപ്പോൾ ഇക്ക രാവിലെ തന്നെ അങ്ങ് പോവുകയാണ്. ഇക്ക 7:30 ആയപ്പോഴേ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ഇന്ന് റെസ്റ്റോറൻറ്റിൽ ഇന്നും കിച്ചു ആണ് പോകുന്നത്. കിച്ചു സ്കൂളില്ലാത്തത് കൊണ്ടാണ് കിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അതിന് പകരം ഞാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ കയറി വന്നപ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുത്തു. ഫുഡ് ഇരുന്ന് അവർ കഴിക്കുകയാണ്. കുളിച്ചിട്ട് യൂണിഫോം ഒക്കെ ഇട്ടണമെന്ന് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ചോറും പിന്നെ നമ്മുടെ പയർ തോരനും ചമ്മന്തിപ്പൊടിയും പിന്നെ മുട്ട ഇങ്ങനെ അടിച്ചു വെച്ചിട്ടുണ്ട്, മുട്ട പൊരിക്കാൻ. പിന്നെ അച്ചാറും ഉണ്ട്. ഇതൊക്കെയാണ് അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അവരിവിടെ നിന്ന് പഠിക്കുകയാണ്. അവരുടെ കൂടെ പോയിരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ ഞാനൊരു പുട്ടും ചായയും കടലക്കറി, ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും പോയിരുന്ന് എടുത്ത് വെച്ച് കഴിക്കുകയാണ്. അങ്ങനെ മക്കൾ ഓട്ടം വന്നില്ല, കുറച്ച് നേരം ഇത് റിവിഷൻ ചെയ്യുകയാണ്. അങ്ങനെ ഓട്ടം വന്നപ്പോഴത്തേക്കിനും അവർ പോവുകയാണ്. അങ്ങനെ ദുആ ചെയ്തിട്ടൊക്കെയാണ് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ഞാൻ മക്കൾ കണ്ണെത്താ ദൂരത്ത് പോകുന്നിടം വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഓട്ടം കേട്ടോ. പിന്നീട് കയറി വന്ന് കിച്ചു ഉറങ്ങുമായിരുന്നു. കിച്ചുവിനെ വിളിച്ച് ഒരുവിധം പൊക്കി കിച്ചുവിനെ കുളിക്കാൻ പറഞ്ഞ് കുളിച്ച് കിച്ചുവും പോവുകയാണ് കേട്ടോ. കിച്ചു ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരിക്കും. ഒരാഴ്ച എനിക്ക് ലീവാണ്, 1 വീക്ക്. ഇവന് സ്കൂൾ ഓപ്പൺ ചെയ്താൽ പിന്നെ എനിക്ക് റെസ്റ്റ് ഇല്ലല്ലോ. അത് കാരണം 1 വീക്ക് ഞാൻ ലീവ് എടുത്തേക്കുവാണ്. കിച്ചുവാണ് ഇന്ന് റെസ്റ്റോറൻറ്റിൽ കൗണ്ടറിൽ പോയിരിക്കുന്നത്. ഇക്ക ഇല്ലാത്തത് കാരണമാണ്. അപ്പോൾ കിച്ചു റാപ്പിഡോ ഒക്കെ ബുക്ക് ചെയ്ത് കിച്ചു പോവുകയാണ് കേട്ടോ. കിച്ചു 10th പഠിക്കുന്നത്. കിച്ചുവിന് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പറ്റത്തില്ല, ഞാൻ തന്നെ റെസ്റ്റോറൻറ്റിൽ പോകണം. പിന്നീട് പാലൊക്കെ വന്നു. പാലൊക്കെ അകത്ത് കൊണ്ടുവച്ചിട്ട് നോക്കിയപ്പോൾ കറ്റാർവാഴയിൽ ഒരുപാട് ഇത് നിൽക്കുന്നത് കാരണം ഞാൻ ഓർത്ത് ഒരെണ്ണം എടുത്ത് നമുക്ക് ഫേസിൽ വിടാം, അതുപോലെ തന്നെ ഒരു ഹെയർ പാക്ക് ഇടാമെന്ന് വിചാരിച്ച് ഞാൻ ഫേസിൽ ഒരെണ്ണം എടുത്തോണ്ടൊന്ന് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ നാച്ചുറലായിട്ട് മാത്രമേ ഫേസിലും ഹെയറിലൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. കെമിക്കലൊന്നും യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒരു 5 മിനിറ്റ്സ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ എഗ്ഗിൻ്റെ വൈറ്റും കറ്റാർവാഴ ഉള്ളിയെല്ലാം കൂടി ഇട്ട് പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ ഹെയർ പാക്ക് ഇട്ട് 1 അവർ. അപ്പോഴേക്കും പാത്രമൊക്കെ വാഷ് ചെയ്യാനായിട്ട് വാഷ് ചെയ്ത് വീടൊക്കെ തൂത്തിട്ടൊക്കെ വന്നപ്പോഴത്തേക്കിന് ഒരു 1 അവർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് കുളിച്ചിട്ട് വരാം. കുറേ നേരം തലയിലിരുന്നാൽ എന്തോ പറ്റുമെന്ന് പറയുന്നത്, നല്ല ഭയങ്കര കട്ടിയായി. ഇപ്പം പിന്നെ ഇത് തലേന്ന് വാഷ് ചെയ്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ എല്ലാം വാഷ് ചെയ്ത് കുളിച്ചിട്ട് ഇറങ്ങി വരികയാണ്. അപ്പോഴേക്കും വേസ്റ്റ് വണ്ടിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫിസിലടിക്കുന്നുണ്ട്. ഫിസിലടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എല്ലാവരും. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോയി വേസ്റ്റൊക്കെ താഴെ വെച്ചിട്ട് പിന്നെ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ കയറി വരുവാണ്. അവർ വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോയിക്കോളും. അങ്ങനെ ഞാൻ മുകളിലോട്ട് കയറി വരികയാണ്. കയറി വന്നപ്പോൾ ജൂലിയും പിങ്കിയും എൻ്റെ പുറകിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണി എൻ്റെ കൂടെ കൂട്ടിന് അവർ 2 പേരുമാണ്. അപ്പോൾ ഞാൻ പച്ചമുളകല്ല അതുപോലെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കേടുകൂടാതെ എടുത്ത് വെക്കണമെങ്കിൽ ഉണങ്ങിയ പാത്രത്തിൽ പച്ചമുളക് തുടച്ചിട്ട് ഞാനിങ്ങനെ ഉണങ്ങിയ ടിന്നിലിട്ട് വെച്ചാൽ ഒരു മാസം 2 മാസമൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. പിന്നെ 3 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ 3 മുളുസയും ഒരു ഗ്ലാസ് പാലും എടുത്ത് വെച്ച് കുടിച്ച്. ചോറുണ്ടില്ല കേട്ടോ. പിന്നെ റാഗിപ്പൊടി വെച്ച് പുട്ടുണ്ടാക്കുവാണ്. കാരണം മക്കൾക്ക് ഈ 1 മാസം നോമ്പായത് കാരണം ഞാൻ ഇവർക്ക് സ്നാക്സ് അല്ലേ കൊടുത്താൽ പിന്നെ സ്നാക്സ് ഒഴിവാക്കാമെന്ന് വിചാരിച്ച് റാഗിപ്പുട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. അവർ വരാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവരെ വെളിയിൽ പോയി നോക്കിയപ്പോഴത്തേക്കിന് അവരുടെ ഓട്ടോ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്ന് 2 പേരുടെ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇവരെനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വരികയാണ് കേട്ടോ. ഞാനത് ഞാനത് കണ്ടത് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. 2 പേർക്ക് ഇന്ന് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, മെഡലും ഒക്കെ. ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അത് കാരണം ഇവർ ബാഗിൽ വെച്ചുകൊണ്ട് വന്നിട്ട് ആ സ്റ്റെപ്പിൽ നിന്ന് എല്ലാം സെറ്റ് ചെയ്ത് എൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരും എനിക്ക് സർപ്രൈസ് ആയിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പോയിട്ട് കൊണ്ടുപോകാം, വീഡിയോ എടുക്കട്ടെ എന്നുകൊണ്ട് അങ്ങനെ തിരിച്ച് പറഞ്ഞിട്ട് ഒന്നുകൂടെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു 2 പേർക്ക്
കിച്ചുവിനും ഉണ്ട് ട്രോഫി. കിച്ചുവിൻ്റെ പേര് അവിടെ സ്റ്റേജിൽ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് അക്കു അമ്മു എന്നോട് പറഞ്ഞു. പക്ഷേ കിച്ചുവിന് സ്കൂളില്ലല്ലോ, സ്കൂൾ തുറക്കുമ്പോഴേ കൊടുക്കത്തുള്ളൂ. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചത്? ഹെൽപ്പ് പേജിൻ്റെ ഒരു ക്യാപ്പ്, ഒരു പൗച്ച്, മെഡല്, പിന്നെ നഗരാജിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, പിന്നെ എന്തോ സർട്ടിഫിക്കറ്റ്, കുറേ ക്രയോൺസും പെൻസിലും, അതുപോലെ തന്നെ ഒരുപാട് സാധനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം അക്കൂട്ടന് ജ്യൂസ് കൊടുത്തപ്പോൾ ജ്യൂസ് വേണ്ട, പൈനാപ്പിൾ സ്വയം കട്ട് ചെയ്യാമെന്ന് വെച്ച് കുളിച്ചിട്ട് വന്ന് തനിയെ കട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഉമ്മി എന്നെ വീഡിയോ എടുക്കും ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെ റിലയൻസ് എന്ന് പറയുന്നൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാനും അക്കും കൂടെ പോകണം. അമ്മു വരുന്നില്ലെന്ന് പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ഞാനും അക്കും കൂടെ ആണ് പോയത്. അങ്ങനെ അക്കൂട്ടൻ കുറേ സ്നിക്കേഴ്സോ ലഡുവോ കുറേ ചോക്ലേറ്റ് എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു, മക്രോണിയൊക്കെ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പോയി എല്ലാം എടുത്ത് അക്കൂട്ടൻ ബില്ല് പേ ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അക്കു തനിയെ ഇങ്ങനെ ഇറങ്ങിപ്പോയത് കാരണം അത് സെക്യൂരിറ്റി ബില്ലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നെ കാണുന്നില്ലല്ലോ അവർ, അക്കുനെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നപ്പോൾ തന്നെ 7 മണി 7:30 ആയേ. അങ്ങനെ പിന്നെ കയറി വന്ന് ബെല്ലടിച്ച് അമ്മു കഥയൊക്കെ ഓപ്പൺ ചെയ്ത് തന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളെയും കാണിച്ചിട്ടുണ്ട്. ചോക്കേഴ്സ്, അതുപോലെ തന്നെ കുറേ എന്തൊക്കെയോ കുറേ സീറ്റൊക്കെ ഇവർ വാങ്ങിച്ചേക്കുന്നത് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കോൺ മേടിച്ചു, കുറേ കോൺ. ഇവർക്ക് കോൺ ഭയങ്കര ഇഷ്ടമാണ്, അക്കുനും അമ്മുനും കിച്ചുനും. അതാണ് കുറേ കോണൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അക്കുട്ടൻ പോയിരുന്ന് പഠിക്കുകയാണ്. പഠിക്കുന്നത് കണ്ടില്ലേ, നല്ല രസം. അക്കുട്ടൻ ഭയങ്കര കോമഡിയാണ്. 2 ബോക്സ് അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ അക്കു പോയിരുന്ന് പഠിക്കുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ 3 ഷവർമ്മ ഓർഡർ ചെയ്ത് ഞങ്ങൾ 3 പേരും ഓരോ ഷവർമ്മയൊക്കെ കഴിച്ചു. അവർക്ക് രാത്രി ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം കിച്ചു ആണെങ്കിൽ എന്തോ പുതിയ അക്വേറിയം മേടിച്ചുകൊണ്ട് വന്ന് ഫിഷ് ഇടാനവൻ എന്തൊക്കെയോ 100 രൂപയുടെ ഓരോ പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കിച്ചു അക്വേറിയത്തിൽ ഒരു ബോക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് കുറേ കല്ലും വട്ടും ഒക്കെ പറക്കിയിട്ട് എന്തൊക്കെയോ കിച്ചു കാണിച്ച് കൂട്ടുന്നുണ്ട്. കിച്ചുവിൻ്റെ കാര്യം ഒന്നും പറയണ്ട, കിച്ചു എങ്ങനെ പൈസ കളയാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് ഇനി എത്ര നാൾ ഇതിനെ നോക്കും, 1 മാസമെങ്കിലും നോക്കിയെങ്കിൽ കൊള്ളാം. അതിനുശേഷം പിന്നെ ഞാൻ അക്കുനെയും അമ്മുനെയും കാണുന്നില്ല. ഞാൻ ഉറങ്ങാൻ പോയി, 11 മണിയായി കേട്ടോ. ഉറങ്ങാൻ പോയിട്ട് ഇവരെ എങ്ങും കാണുന്നില്ല. മറ്റേ ഇവർ ഗുഡ് നൈറ്റ് എന്നോട് പറഞ്ഞിട്ടാണ് ഇവർ റൂമിൽ കിടക്കാൻ പോകുന്നത്. ഞാൻ വന്ന് നോക്കിയപ്പോൾ 2 കൂടി ഇരുന്ന് പഠിക്കുകയാണ്. 11:15 കേട്ടോ. 2 കൂടി ഇരുന്ന് പഠിക്കും, എക്സാം ആയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.